വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റ് വ്ലോഗാണ്. ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കേട്ടോ, ബീഹാറിൽ നിന്ന്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 3:30-ക്കാണ് ഉച്ചയ്ക്ക്. പക്ഷെ നമ്മളിപ്പോൾ സമയം 10 മണി ആയിട്ടുള്ളൂ. നല്ല റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം 11 മണിക്കാണ് ക്യാബ് വരിക. ഇവിടെ നിന്ന് ഒരു 2.5 hours ട്രാവലിംഗ് ഉണ്ട് എയർപോർട്ടിലേക്ക്. സോ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബാഗൊക്കെ പാക്ക് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. സൂട്ട് കേസും എൻ്റെ ഹാൻഡ് ബാഗും എല്ലാം ഇവിടെ പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 weeks ബീഹാറിൽ നിന്ന് തിരിച്ച് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇന്നൊരു ഫ്ലൈറ്റ് വ്ലോഗായിരിക്കും. അങ്ങനെയെല്ലാം എന്താ പാക്ക് ചെയ്ത് സ്യൂട്ട് കേസൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഡോറിൻ്റെ പുറത്തേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മൊത്തത്തിൽ 4 ലഗേജാണ്. ആ ഒരു 2 സ്യൂട്ട് കേസും പിന്നെ ഈ ഒരു ബെഡിൽ ഇരിക്കുന്ന ഒരു ബാഗും അതുപോലെ തന്നെ ഡോറിൻ്റെ ബാക്കിലുള്ള ഒരു വലിയ നീണ്ടിട്ടുള്ള സ്റ്റിക്കിൻ്റെ കവറാണ് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 4 എണ്ണേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്, ഒരു ടോട്ട് ബാഗ് ബ്ലാക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓരോന്നായിട്ട് ഞാൻ പുറത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, 7-10 കിലോ വരെ ഉണ്ട് ഓരോന്നും. സ്യൂട്ട് കേസ് എല്ലാം 15-ന് മേലെയാണ് കേട്ടോ. അച്ഛൻ ഇതിൻ്റെ ഇടയിൽ ബാക്കിൽ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ സ്ക്രീനിൽ കാണാത്തത്. എനിക്ക് തോന്നുന്നു ക്യാമറയുടെ ബാക്കിലാണ് അച്ഛൻ നിൽക്കണതെന്ന്. അച്ഛൻ റൂമിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ ഒരു റൂമിനോടും അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയോടും ഒക്കെ ബൈ പറയാനുള്ള സമയമായിരിക്കുന്നു. അങ്ങനെ 14 ദിവസം നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഒരു ബുദ്ധിമുട്ടോ വിഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇവിടുന്ന് പോരുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസിനോടൊക്കെ ബൈ പറഞ്ഞു. കുറച്ച് മലയാളി സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ യാത്ര അയക്കാനായിട്ട് അവരോടൊക്കെ ബൈ പറഞ്ഞ് അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയോടും ബൈ പറഞ്ഞു. അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു 3 hours ഉണ്ട് ട്രാവലിങ്. അപ്പം ഞാൻ കാറിൽ കയറി കൊണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെ കണ്ണും മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴേക്കും നമ്മൾ 3 ഹെലികോപ്റ്റർ കണ്ടു കേട്ടോ. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ 3 എണ്ണം ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഷൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി ഫുഡ് കഴിച്ചു. ഞാൻ ചിക്കൻ ജിഞ്ചർ നൂഡിൽസാണ് കഴിച്ചത്. നൂഡിൽസൊക്കെ കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിക്കാൻ പൂതിയായിട്ട് മേടിച്ചതാണ്. പക്ഷെ ഒടുക്കത്തെ എരിവായിരുന്നു. എരിവെന്ന് പറഞ്ഞാൽ അമ്മാതിരി എരിവ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്പൈസി ഫുഡ് ഇഷ്ടമാണ്. പക്ഷേ സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റാത്ത സ്പൈസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും ഞാൻ കുറേ വെള്ളമൊക്കെ കുടിച്ച് അത് കഴിച്ചു. കാരണം എനിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ടൈം എനിക്ക് തോന്നുന്നു ഒരു 3 months ഒക്കെ നൂഡിൽസ് കഴിക്കാണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മന്ത്ലി ഒരു വട്ടമൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. പിന്നെ അച്ഛൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്, എഗ്ഗിൻ്റെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് പേ ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോണത്. ഞാൻ ജസ്റ്റ് ഹെയറൊക്കെ ഒന്ന് അഴിച്ചിട്ടു, കാരണം ഇത്ര നേരം കെട്ടി വെച്ചേക്കായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഹെയറൊക്കെ കെട്ടി വെച്ചു. പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. വേറൊന്നുമല്ല, നമ്മുടെ ഫ്ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഡിലേ ആയി. ഒരു 1 hour ഡിലേ ആണ്. അതുകൊണ്ട് നമ്മൾ പോണത് പാട്ന ടു മുംബൈ ടു കൊച്ചി ആയിരുന്നു. മുംബൈ ടു കൊച്ചി ഫ്ലൈറ്റ് നമുക്ക് കിട്ടില്ല. കാരണം ഈ പാട്നയിൽ നിന്ന് എടുക്കുന്ന ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയതുകൊണ്ട്. അപ്പോൾ അവർ നമുക്കൊരു സൊല്യൂഷൻ തന്നു, പാട്ന ടു ബാംഗ്ലൂർ ടു കൊച്ചി പോവാന്ന്. അതുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് പാട്നയിൽ നിന്ന് എടുത്തത് ഒരു 5 മണി 6 മണി നേരത്ത് തോന്നുന്നു. എനിക്ക് കറക്റ്റ് സമയം ഓർമ്മയില്ല കേട്ടോ. ആ നേരത്താണ്. സോ അതുവരെ നമ്മൾ എയർപോർട്ടിലിരുന്നു. ഒരു 3 to 4 hours അടുത്ത് നമ്മൾ എയർപോർട്ടിലിരുന്നു. സോ വിശന്നപ്പം ഞാൻ ഡയറി മിൽക്ക് പോയിട്ട് മേടിച്ചു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു 170 rupees ഈ ഒരു ഫ്രൂട്ട് ആൻഡ് നട്ടിൻ്റെ ഡയറി മിൽക്കിന്. യെസ്, അപ്പോൾ അത് കഴിച്ചു. ചെറിയൊരു ഡയറി മിൽക്കാണ് കേട്ടോ. അത് കഴിച്ച് അങ്ങനെ ഇരുന്നു ഫോണിലൊക്കെ കളിച്ചിട്ട്. അങ്ങനെ സമയമായപ്പോൾ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോണത്. സോ ഇൻഡിഗോൻ്റെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി നമ്മളിതാ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. നമ്മുടെ ഫ്ലൈറ്റാണ് ആ കാണുന്നത് ഫ്ലൈറ്റ് കേട്ടോ. ഫസ്റ്റ് കിടക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതായത് സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആകാശം ഫുള്ള് ഇങ്ങനെ ഒരു ഓറഞ്ച് യെല്ലോ കളറായിരുന്നു കേട്ടോ. അതിനിടയിൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ഫ്ലൈറ്റ് വരുന്നു പോകുന്നു. പിന്നെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇൻഡിഗോയുടെ വലിയ ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ചെറിയ ഫ്ലൈറ്റ് ആയിരിക്കുന്നു, കാരണം ചെറിയ എയർപോർട്ടാണ് പാട്ന. പക്ഷേ ഫ്ലൈറ്റ് എല്ലാം അവിടെ വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്, റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ബാക്കിൽ കൂടെയാണ് കേട്ടോ കയറുന്നത്. കാരണം നമ്മുടെ സീറ്റ് ബാക്കിൽ നിന്ന് എനിക്ക് തോന്നുന്നു 5th row ആണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ കൂടെ കയറി. ഫ്ലൈറ്റിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ സീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ചിലപ്പോൾ അടുത്ത ബസ്സിൽ വരുന്നുണ്ടാവുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരൊറ്റ ബസ്സിലുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ.
അത് കാരണം തന്നെ നമ്മുടെ അപ്പുറത്തെ സീറ്റിലും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ റോയിലും നമ്മുടെ തൊട്ട് ബാക്കിലെ റോയിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും കാലിയായിരുന്നു. അതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അച്ഛനെ കുറച്ച് നീക്കി അപ്പുറത്തിരുത്തി മിഡിലിൽ ഞാൻ സ്ഥലം വിട്ടു. കാരണം എനിക്ക് ഫോൺ വെക്കാനൊക്കെ കുറച്ചും കൂടി സുഖം അതായിരിക്കും. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് 2-3 ഫ്ലൈറ്റ് പോവും ഇറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തത്. ഓക്കെ, അതിനുശേഷം ക്യാബിൻ ക്രൂ വന്നിട്ട് അവർ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തരുമായിരുന്നു. മുൻപ് ഞാൻ ഇങ്ങനെ അവർ പറയുമ്പോൾ ഞാൻ അങ്ങനെ നോക്കാറില്ല കേട്ടോ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ. പക്ഷേ ഇപ്പോൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നല്ല രീതിക്ക് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴാണ് എന്താ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. സോ അതൊക്കെ നല്ല രീതിക്ക് കേട്ടിരുന്നു. അപ്പോഴേക്കും ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പാട്നയിൽ ഇത്രയും അധികം ബിൽഡിങ്സ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി മേലേക്ക് പോയപ്പോൾ സൂര്യൻ്റെ ആ ഒരു എന്താ പറയുക സൺസെറ്റൊക്കെ നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വ്യൂ കാണാൻ. ഫൈനലി നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. മേഘങ്ങളൊന്നല്ല കാണാൻ പറ്റുന്നത്, കൂടുതൽ സൂര്യൻ അസ്തമിച്ച് തോന്നുന്നു. അപ്പം ആ ഒരു ഓറഞ്ച് യെല്ലോ കളറാണ് കേട്ടോ. സ്കൈ ഫുള്ള് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കണ്ടോ, ഇതാണ് സ്കൈ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൻഡ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പാട്ന ടു മുംബൈ ടു കൊച്ചിൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ പാട്ന ടു മുംബൈക്കുള്ള ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയി. അപ്പോൾ നമുക്ക് മുംബൈയിൽ നിന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് മിസ്സാവുന്നവർ പറഞ്ഞു. സോ നമ്മൾ ഫ്ലൈറ്റ് എൻറ്റയർലി ചേഞ്ച് ചെയ്തു. പാട്ന ടു നമ്മൾ ബാംഗ്ലൂരാണ് പോണത്. ബാംഗ്ലൂർ ടു കൊച്ചിനാണ് പോണത്. നമ്മൾ കൊച്ചി എത്തുമ്പോൾ ഒരു 12 മണിയൊക്കെ ആവുകയായിരിക്കും. യെസ്, കാരണം ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. 6 മണിക്കാണ് പാട്നയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തത്. ശരിക്കും നമ്മുടെ ഫ്ലൈറ്റ് 3 മണിക്കായിരുന്നു. പിന്നെ മാറിയ കാരണം കുറച്ചധികം നേരം നമ്മൾ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ അധികം എയർപോർട്ടിൽ നിന്ന് വീഡിയോ എടുത്തില്ല. നല്ല തിരക്കാണ്, കുഞ്ഞ് എയർപോർട്ടാണ്. അപ്പോൾ പിന്നെ ഫുൾ കൺജസ്റ്റഡ് ആണ്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ഫ്ലൈറ്റിൽ കയറിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റിലാണെങ്കിൽ ആരും ഇല്ല കേട്ടോ. കണ്ടോ, അച്ഛൻ കിടന്നുറങ്ങാണ്. ഞങ്ങളുടെ അപ്പുറത്തെ സീറ്റിൽ ആരുമില്ല. ബാക്കിൽ ഫുൾ റോ ആരുമില്ല. തൊട്ടപ്പുറത്തെ റോ ഫുൾ ആരുമില്ല. എനിക്കൊരു ടോട്ടലൊരു 40 to 50 പേരെ ഉണ്ടാവുള്ളൂ. ബാക്കി ഫുൾ കാലിയാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. വിൻഡോ സീറ്റാണ്, കണ്ടോ, വിൻഡോ സീറ്റാണ്. ഇങ്ങോട്ട് വരുമ്പോൾ വിൻഡോ സീറ്റ് ആയിരുന്നില്ല. അതിൻ്റെ നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷമമൊക്കെ തീർന്നു. കാരണം പാട്ന ടു ബാംഗ്ലൂർ ടു കൊച്ചി വിൻഡോ സീറ്റാണ്. എൻ്റെ ചെവി അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് ഹെഡ്സെറ്റ് വെച്ചാൽ ചില സമയത്ത് അടയാറുണ്ട്, ചില സമയത്ത് അടയാറില്ല. ഇന്നെന്തോ അടഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എത്ര ഉറക്കെയാണ് സംസാരിക്കണത് എനിക്കറിയില്ല. കാരണം ഹെഡ്സെറ്റ് വെച്ചാൽ പൊതുവേ നമ്മൾ ഉറക്കം സംസാരിച്ച് നമുക്കറിയില്ലല്ലോ. ഇപ്പം ചെവി കേൾക്കുന്നില്ല. ചെവി അടഞ്ഞ കാരണം എത്ര ഉറക്കാൻ സംസാരിക്കുന്നതെന്ന് അറിയില്ല. കാരണം ആരും എന്നെ നോക്കുന്നില്ല. അത്ര പിന്നെ കുഴപ്പമില്ല. പിന്നെ നോക്കാൻ മാത്രം ആരും ഇല്ല. കാരണം നമ്മൾ മുന്നത്തെ റോയിലായാലും പിന്നിലുള്ള റോയിലായാലും അങ്ങനെ കുറവാണ്, ആരുമില്ല. അപ്പം നമ്മുടെ ഫ്ലൈറ്റിലെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച്. നല്ല അടിപൊളി പാക്കേജ് അല്ലേ. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് കഴിക്കാം. എനിക്ക് തോന്നുന്നു ഇന്ത്യക്കുപോലെ ചിക്കൻ സാൻഡ്വിച്ച് ഞാൻ കഴിച്ചിട്ടില്ല. വെജ് സാൻഡ്വിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ അത്. കോണൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. ഇത് ചിക്കൻ്റെയാണ്. തുറക്കാൻ കുറച്ച് പണിയാണ്. സ്റ്റിക്കറൊക്കെ പൊട്ടിച്ചാൽ നല്ല സേഫാക്കി സെക്യൂറാക്കി വെച്ചേക്കുക. കഴിക്കാം. യെസ്, ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4 പീസ് ഉണ്ടാവും. അതായത് ഒരു സാൻഡ്വിച്ച് മൊത്തം 2 സാൻഡ്വിച്ചാണ് ഉണ്ടാവുക. രണ്ട് സാൻഡ്വിച്ച് 4 പീസ് ബ്രെഡ് ഉണ്ടാവും. സാൻഡ്വിച്ച് നല്ല സ്മെൽ. എന്തായാലും കഴിക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് വെള്ളം, ജ്യൂസ് അതൊക്കെ നമുക്ക് അവർ തരും കേട്ടോ. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ്. അപ്പോൾ അതൊക്കെ അതിലുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ബട്ടർ മിൽക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കുടിക്കുന്നത് കേട്ടോ. അച്ഛൻ എനിക്ക് തോന്നുന്നു കോഫി ആകൊണ്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ബട്ടർ മിൽക്കായിരുന്നു കേട്ടോ കുടിച്ചത്. ജ്യൂസൊക്കെ ഉണ്ട്, പക്ഷെ ഞാനിതാണ് സെലക്ട് ചെയ്തതെന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിക്കൻ സാൻഡ്വിച്ച് ഞാൻ 2 പീസ് ബ്രെഡേ കഴിച്ചുള്ളൂ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ 2 പീസ്
വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ കോഫി കുടിച്ചിട്ടോ. ഞാൻ ബട്ടർ മിൽക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബട്ടർ മിൽക്ക്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങനെ മൈക്ക് എടുത്ത് വ്ളോഗ് എടുത്ത് സംസാരിക്കുന്നത് ഓൺ വോയിസിൽ. എപ്പോഴും ഞാൻ വോയിസ് എടുക്കാറില്ല, ജസ്റ്റ് വിഷ്വൽസ് മാത്രമാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇന്നൊരു വോയിസ് എടുക്കാൻ പൂതി. പിന്നെ ഞാൻ മൈക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫ്ലൈറ്റിൽ അങ്ങനെ ആരും ഇല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. യെസ്, നല്ല ഇരുട്ടായിട്ടോ, സൂര്യനും കാര്യങ്ങളൊക്കെ പോയി, ഫുൾ ഇരുട്ടാണ്. എന്തായാലും ഞാൻ 2-3 മൂവി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മലയാളം, പഴയ പടങ്ങൾ. ചിലപ്പോൾ അതിരുന്ന് കാണും, കാരണം 9 മണിക്ക് അങ്ങനെയാണ് തോന്നുന്നു ബാംഗ്ലൂർ എത്തണത്. സമയമുണ്ട് നമുക്ക്, 3 hours അടുത്തുണ്ട് ബാംഗ്ലൂർക്ക്. അപ്പോൾ ചിലപ്പോൾ മൂവി കാണും, അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങും. കാരണം വയറൊക്കെ നിറഞ്ഞു. രാവിലെ ഉറങ്ങിയിട്ടില്ല, ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് അടുപ്പിച്ച് രാവിലെയും ഉച്ചയ്ക്ക് ഉറങ്ങണ കാരണം, ഇന്ന് ഉറങ്ങാത്ത കാരണം അതിൻ്റേതായൊരു ക്ഷീണമുണ്ട്. ചിലപ്പോൾ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഞാൻ മൂവി കാണണം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഫോണിൽ കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു മൂവിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, പഴയ ഏതോ ഒരു മൂവി കേട്ടോ. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, എൻ്റെ ഫേസിൽ ഇത്രയും നേരം ഇല്ലാത്തൊരു ലൈറ്റ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ഫോണിൽ നിന്നുള്ള ലൈറ്റാണ്. ഫേസ് നല്ല ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ വീഡിയോ നല്ല രസത്തിലും വന്നിട്ടുണ്ട് കേട്ടോ, ക്ലാരിറ്റിയിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ന ടു ബാംഗ്ലൂർ ഓൾമോസ്റ്റ് ഒരു 3 hours അതിൻ്റെ ഇടയിൽ ഇതാ എനിക്കൊരു ക്യാബിൻ ക്രൂ വന്നിട്ടത് ഈ ഒരു കാർഡ് തന്നു കേട്ടോ. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാനൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ ഒരു ക്യാബിൻ ക്രൂ വന്ന് തന്നതാണ് കേട്ടോ ഈ ഒരു കാർഡ്. ഞാനിപ്പോൾ മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഒരു മലയാളം മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഫ്ലൈറ്റിലെ സ്റ്റാഫ്, അതായത് ഒരു എയർ ഹോസ്റ്റസ് വന്നിട്ട് എനിക്കൊരു കാർഡ് തന്നു. ഇതാണ് കേട്ടോ കാർഡ്. അപ്പോൾ ഇതിൽ അവരൊരു സംഭവം എഴുതിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാനിത് വായിച്ച് കളിപ്പിച്ചു തരാം കേട്ടോ. ഡിയർ മിസ് കൃഷ്ണ. മിസ് കൃഷ്ണ എന്നുള്ള ഉദ്ദേശിച്ചത് എൻ്റെ പേര് കാവ്യ കൃഷ്ണ എന്നാണ്. കൃഷ്ണ എന്നാണ് ഫസ്റ്റ് എൻ്റെ പാസ്പോർട്ടിലൊക്കെ, പിന്നെയാണ് കാവ്യ വരുന്നത്. ഡിയർ മിസ് കൃഷ്ണ, ഇറ്റ്സ് റിയലി നൈസ് ടു മീറ്റ് യു. ഹോപ്പ് ടു ഫ്ലൈ വിത്ത് യു അഗെയിൻ. യു ആർ സോ പ്രിറ്റി. താങ്ക് യു സോ മച്ച് ആൻഡ് സോ നൈസ്. പിന്നെ ഫ്ലൈറ്റ് നമ്പർ പാട്ന ടു ബാംഗ്ലൂർ PNR കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രം തനീഷ ഇൻഡിഗോ ടീം എന്നാണ് കൊടുത്തേക്കണേ. തനീഷ എന്ന് പറഞ്ഞത് ക്രൂ മെമ്പർ ആയിരിക്കും, ആളുടെ പേരായിരിക്കും, തന്ന ആളുടെ പേരായിരിക്കും. എനിക്കറിയില്ല, അത് ഞാൻ ആളെ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇതെന്താ വിചാരിച്ചു, കാരണം ഇത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല, എനിക്ക് മാത്രമാണ് തന്നത്. അപ്പോൾ ഇതെന്താ തന്നു ചോദിച്ചു. പിന്നെ ഞാൻ മൊത്തത്തിൽ വായിച്ചു നോക്കിയപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഫേസ് ഫുൾ ഇങ്ങനെ ബ്രൈറ്റായിട്ട് ഇങ്ങനെ സ്മൈൽ ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. സോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എന്തുകൊണ്ടാണ് തന്നതെന്ന് അറിയില്ല കേട്ടോ എനിക്കിപ്പോഴും. കാരണം എനിക്കറിയില്ല, എൻ്റെ ഒരു മൈൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് വെറുതെ തന്നതായിരിക്കാം. എന്തായാലും സോ ഹാപ്പി. ശരിക്കും ഇത് ഞാനിങ്ങനെ വായിച്ചിട്ടിങ്ങനെ ചിരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു റിയാക്ഷൻ എനിക്ക് എടുക്കാൻ എന്നെ പറ്റിയില്ല. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ ഫോട്ടോ. ബാക്കിൽ വേറെ കുറേ ഫോട്ടോസ് ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ വായിച്ചു കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴേക്കും നമ്മളിതാ ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എത്താറായി. കാരണം കണ്ടോ, കുറേ ലൈറ്റുള്ള ബിൽഡിങ്സ് കാണാൻ നമ്മൾ താഴോട്ട് വന്നു കേട്ടോ ഫ്ലൈറ്റ്. ഫൈനലി നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ എയർപോർട്ടാണ് ബാംഗ്ലൂർ. കുറേ കാണാനുണ്ട്. നമ്മൾ ഓൾറെഡി ബാംഗ്ലൂർ എയർപോർട്ട് അത്യാവശ്യം നടന്ന് കണ്ടിട്ടുണ്ട് മുൻപ് ഭോപ്പാലിൽ പോയ സമയത്ത്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം നടന്ന് കാണാൻ നിന്നില്ല. പകരം നമ്മൾ വേഗം അടുത്ത ഫ്ലൈറ്റ് പിടിക്കാനുള്ള തിരക്കിലാണ്. കാരണം നമ്മുടെ അടുത്ത് അധികം സമയമില്ല. ലൈ ഓവർ ഒരു 1 hour ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം അടുത്ത ഫ്ലൈറ്റിലേക്ക് പോവാണ്. യെസ്, എനിക്ക് തോന്നുന്നു ഇതും ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. ഫുള്ളെന്ന് പറഞ്ഞാൽ ഫുള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു 1-2 സീറ്റെങ്കിലും കാലിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഫുള്ളായിരുന്നു. അങ്ങനെ ഈ സീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിലാണ്. വലതുകാലൊക്കെ വെച്ച് കയറിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മുടെ സീറ്റ്. അതായത് സെക്കൻഡ് ലാസ്റ്റാണ് നമ്മുടെ സീറ്റ്. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ബാക്കിലൊക്കെ പോയിരിക്കുന്നത്. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഫുള്ളായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സീറ്റൊക്കെ പിടിച്ചു, ഹെഡ്സെറ്റൊക്കെ വെച്ചു. കാരണം ഫ്ലൈറ്റ് എടുക്കാറായി. ഫ്ലൈറ്റ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചെവി വേദനിക്കും. അപ്പോൾ അത് വേദനിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ഹെഡ്സെറ്റ് വയ്ക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും പേടിച്ചൊരു ഫ്ലൈറ്റ് യാത്ര ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അതിൽ ജർക്കിങ് ആയിരുന്നു ഫ്ലൈറ്റ്. ഒരു 15 മിനിറ്റോളം നിർത്താണ്ട് ഇങ്ങനെ ജർക്ക് ചെയ്യായിരുന്നു കേട്ടോ. എല്ലാവരും പേടിച്ചു, ഞാൻ മാത്രമല്ല, എല്ലാവരും പേടിച്ച് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും പേടിയായി. പിന്നെ ഫ്ലൈറ്റ് പറഞ്ഞതിനേക്കാളും 10 മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ട്. 10-15 മിനിറ്റ് നേരത്തെ കൊച്ചിയിലെത്തി. എന്തായാലും കൊള്ളായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിടന്ന് ജർക്ക് ചെയ്യണത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഓരോന്ന് വരുമല്ലോ. അപ്പോൾ ഞാനും അച്ഛനൊക്കെ എല്ലാവരും ശരിക്കും പേടിച്ചോട്ടെ. അച്ഛൻ ഉറങ്ങിയായിരുന്നു, പക്ഷെ ജർക്കാനുണ്ടപ്പോൾ അച്ഛൻ എണീറ്റു, എല്ലാവരും പേടിച്ചു. അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ ഫൈനലി കൊച്ചിയിലെത്തിയിട്ടോ. ശരിക്കും ഇങ്ങനെ ഫ്ലൈറ്റ് താഴത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ എന്താ പറയുക, ബിൽഡിങ്സിൻ്റെ ലൈറ്റൊക്കെ കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇത്രയും നേരം ജർക്ക് ചെയ്ത് ശരിക്കും പേടിച്ചല്ലോ. അപ്പോൾ താഴത്തോട്ട് ഇറങ്ങല്ലേ, എത്തല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല വെച്ചിട്ട് ഭയങ്കര ആശ്വാസമായിരുന്നു. ഫൈനലി നമ്മളിത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി കളറിയിലെ ഒരു സീനിയർ സ്റ്റുഡൻറ്റ് ഓടിച്ചിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മുടെ കാർ തന്നെയാണ്. സോ വണ്ടിയിൽ കയറിയാൽ പിന്നെ പറയണ്ടല്ലോ, ഒരു ഉറക്കം അത് നിർബന്ധമാണ്. അങ്ങനെ ഉറങ്ങിയിട്ടോ ഫുൾ നേരം ഇരുന്നിട്ട് ഒരു 2 hours കഴിഞ്ഞിട്ടാണ് എണീറ്റത്. ഓൾമോസ്റ്റ് വീടെത്താറാകുമ്പോൾ. അങ്ങനെ വീടെത്തിയപ്പോൾ പിന്നെ അമ്മേനെ കണ്ടു, കുക്കുവിനെ കണ്ടു, അമ്മമ്മനെ മുത്തച്ഛനെ കണ്ടു, എല്ലാവരും കണ്ടു. 2 ആഴ്ചയ്ക്ക് ശേഷം പിന്നെ കുറച്ച് നേരം സംസാരിച്ചിട്ട് വേഗം പോയിട്ട് കിടന്നുറങ്ങിയിട്ടോ. കുക്കുവിന് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ. കാരണം 2 weeks കഴിഞ്ഞിട്ടാണല്ലോ കാണുന്നത്. അതിൻ്റെ സന്തോഷപ്രകടനം ഉണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരു ഫ്ലൈറ്റ് വ്ളോഗാണ്, ബീഹാർ ടു കേരള വരുന്ന ഒരു വ്ളോഗ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.